ബോളിവുഡ് കണ്ടു വളർന്ന കുട്ടിയാണ് മലയാള സിനിമ. അമ്മച്ചി ഇതുപോലെ ഏയ്, പക്ഷെ ആ കംബാക്ക് നല്ല സംഭവം ഇല്ല, ഇതിലില്ല അല്ലെ. ഹായ്, അങ്ങനെ നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോവാണ്. നമ്മൾ ഏത് സിനിമ കാണാൻ പോകുന്നത്? പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക്. ഏത് സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്? മലയാളി ഫ്രം ഇന്ത്യ അല്ലേ? ആ, അപ്പൊ ഈവു നിവിൻ പോളിന്റെ ഒരു മാർഗ ഫാനാണ് അല്ലേ ഈവോ? പ്യാരാ മേരെ വീര എന്നുള്ള പാട്ടിൽ നിവിൻ പോളിന്റെ എൻട്രി ഒക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നിവിൻ പോളിന്റെ ഫാനായിവൂ അല്ലേ ഈവോ? ആ, അങ്ങനെ നമ്മളിപ്പോ സിനിമ കാണാം. അതിന് മുന്നേ നമുക്ക് എമ്മാരെ പോയി ഒരു ചായ ഒക്കെ കുടിക്കണം. വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാലേ ഒരു സുഖം കിട്ടുള്ളൂ. दो चाय और एक बोंडा. അങ്ങനെ ചായ എത്തി. അങ്ങനെ ചിക്കൻ മയോ സാൻഡ്വിച്ച് എത്തി. കഴിച്ചോക്കട്ടെ. കൊള്ളാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ചായ കണ്ട ചായ അല്ല, ചായ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഹോർലിക്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എക്സ്പെരിമെന്റ് നിങ്ങൾ രണ്ടാളും കൂടി എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ? വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന രണ്ടാളും കൂടി സംസാരിച്ചിട്ട്. ആ, അപ്പോൾ വിഷയത്തിന് തന്നെ മതി. എൻ്റെ എക്സ്പെരിമെന്റ് ഇഷ്ടമുള്ള ഏട്ടൻ ചായയിൽ ഹോർലിക്സ് ഇട്ടിട്ട് കുടിക്കാൻ നമുക്ക് ട്രൈ ചെയ്തതാണ്. എനിക്കിഷ്ടമില്ല. നമ്മളിതാ 01 മോളിലാണ് സിനിമ കാണാൻ പോകുന്നത്. നല്ലൊരു പാസ്വേ, സോറി, ടങ്ങൽ. 01 മോളിന്റെ വഴിയൊക്കെ നോക്കി മാപ്പ് ത്രൂ പോകുന്ന ഏതോ പട്ടിക്കാട്ടിലെത്തിയ പോലത്തെ ഫീലാണ്. ഈ സൈഡല്ല കേട്ടോ, ആ സൈഡായിരുന്നു. ഇപ്പൊ ഇത് സൊസൈറ്റിക്കൽ വഴി കയറി മോള് കാണുന്നില്ല, ബാക്കിയെല്ലാം. ഗൂഗിൾ മാപ്പിനെയും അതേപോലെ തന്നെ വേസിനെയും വിശ്വസിക്കാൻ കൊള്ളൂല. മനുഷ്യൻ നേരെ പോകേണ്ട ഒരു വഴി മൂക്ക് വളച്ച് അങ്ങോട്ട് തിരിപ്പിച്ച് അയ്യോ കിട്ടി, കണ്ടു അമ്മേ, കണ്ടു, ഓ സന്തോഷായി. അങ്ങനെ ഫൈനലി ഇതാ നമുക്ക് 01 മോള് കിട്ടി. തേടി കിട്ടി. നോവ സിനിമാസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഉള്ളിക്കരാം. ഇവിടെ ശ്രദ്ധ തൽക്കാലം ഇവിടെ ഒന്നല്ല, നിവിൻ പോളിനെ കാണണമെന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതാണ് നമ്മൾ നോ സിനിമാസ്. യെസ്, നമ്മൾ ഫൈനലി നമ്മളുടെ ആ ടിക്കറ്റ് എടുക്കുകയാണ്. ഞാൻ പോപ്കോൺ മേടിച്ച് ഞാൻ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, പിന്നെ പറയാം വിശദമായിട്ട്. ആദ്യം ടിക്കറ്റ് എടുക്കും. താങ്ക് യു. സ്ക്രീൻ നമ്പർ 2. സിനിമ തുടങ്ങി, വാ പോവാം. തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് കയറ്റാൻ സമ്മതിക്കില്ല. ഒരാ കുറച്ച് ചിപ്സ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അല്ല, ആക്ച്വലി സിനിമ ഒക്കെ കണ്ട് പുറത്തിറങ്ങി. മിക്സപ്പ് എന്നുള്ള ഒരു സംഭവം എവിടുന്ന് എന്തൊക്കെ സംഭവിക്കുന്ന രീതിയിൽ ആദ്യം കുറച്ച് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് വഴകും. മേ ബി എൻ്റെ പ്രശ്നമായിരിക്കും, പറയാൻ പറ്റൂല. പക്ഷെ എല്ലാം ലൈക്ക് കോമഡി ഉണ്ട്, സീരിയസ്നെസ് ഉണ്ട്. പക്ഷെ എല്ലാം കൂടി ഒന്നും മനസ്സിലാവുന്നില്ല. ദഹിപ്പിക്കണോ വേണ്ടോ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല. പക്ഷെ ലൈക്ക് വാച്ചബിൾ ആണ്, നല്ല രസമുണ്ടായിരുന്നു. ഓൻ ഫുള്ള് കിടന്ന് ഉറങ്ങില്ല, അതുകൊണ്ട് ഓന് പറയാൻ അഭിപ്രായമില്ല. നേരത്തെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ട് എന്തൊക്കെയോ ആയിപ്പോയി. പക്ഷെ ഡെഫിനറ്റ്ലി നിവിന്റെ കംബാക്ക് അല്ല. നിവിൻ പോളിന്റെ പാട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഓക്കെ, അടിപൊളി. പക്ഷെ കംബാക്ക് മൂവി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു പെർപ്പിച്ച് വെച്ച സംഭവം ഉണ്ടല്ലോ, അത് ഇല്ല. അത്രേ ഉള്ളൂ. ആ കംബാക്ക് ആക്ച്വലി ഒരു വർഷങ്ങൾക്ക് ശേഷത്തിൽ മാത്രമാണ് ആ കംബാക്ക്. ജസ്റ്റ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ ഇത് ലൈക്ക് നിവിൻ പോളി രസമാണ്, ഇല്ലാന്നല്ല.
പക്ഷെ ആ കംബാക്ക് എന്നുള്ള സംഭവം ഇല്ല, ഇതിലില്ല അല്ലെ. ഇനി ഞാൻ എന്റെ സൈഡിലുള്ള സംഭവം പറഞ്ഞു, ഇനി സഞ്ജുവിന്റെ ഒപ്പീനിയൻ ഫിലിമിനെ പറ്റി എനിക്ക് തീരെ ഒരു അഭിപ്രായമില്ല, കാരണം എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് അഭിപ്രായം ഒന്നാമത് ഞാൻ കാണാൻ വിചാരിച്ച പടമല്ലത് ഇത്, കാരണം അതൊക്കെ ഒരുപാട് തിയേറ്ററിൽ സിനിമയിൽ വന്ന കാര്യങ്ങളാണ്. ഒരുപാട് അറിയാം വിളിക്കുമ്പോ തന്നെ ക്രിഞ്ചിന്റെ അല്ല, നമുക്ക് അറിയാലോ എന്തിനാ വിളിക്കുന്നത്. ഇപ്പൊ മറ്റേ ഇന്നസെന്റ് മമ്മൂക്കോയ മറ്റേ ആ ടൈമില് ശ്രീനിവാസന്റെ ആ ടൈമിൽ ഇറക്കിയ സാധനം അതിനെ കൊണ്ടായിരിക്കും എത്രയോ സിനിമയിൽ ആരൊക്കെ ചെയ്ത് വെച്ച സാധനമാണ്. മലയാള സിനിമ അധികം കണ്ടിട്ടില്ല, ഞാൻ ബോളിവുഡ് കണ്ടു വളർന്ന കുട്ടിയാണ്. മലയാള സിനിമ അമ്മച്ചി ഇതുപോലെ ഒരു കുട്ടിയുടെ തള്ളയാണെങ്കിൽ അമ്മച്ചി എന്ന് വിളിക്കരുത്. എനിക്ക് ഒന്നും തോന്നുന്നു സിനിമ തിയേറ്ററിൽ കേറിയിട്ട് കണ്ടിട്ട് ഒന്നും എന്താ കണ്ടത്. കോമഡി പാട്ട് ഇഷ്ടായി, പോയില്ല ഉള്ളിലേക്കൊന്നും പോയില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, തീരെ ഒന്നും പോയില്ല. കോമഡി എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്, നമ്മള് തീരെ കണക്ഷൻ അല്ല എന്ന് പറയില്ലേ, അതുപോലെ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പാകിസ്ഥാനായിട്ടുള്ള ഇമോഷണൽ ഫീലും അതൊന്നും കൊണ്ടുവരാൻ ഒന്നും ഇവിടെ ആയില്ല. ക്ലൈമാക്സിൽ അവസാനം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒന്നും ആയില്ല. അതായത് അവിടെ പടം കളിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുള്ള ഒരു കണക്ഷൻ തന്നെ സംഭവമേ വന്നില്ല. അല്ല പക്ഷെ ഒരു സംഭവം ഹിറ്റ് ഹാർഡ്, സ്റ്റാർട്ടിംഗ് ലോൺ വരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ദുബായിലെത്തുമ്പോ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നില്ല, ഇത് സ്വർഗത്തിലോ. അതാണ് അത് ചേച്ചി എനിക്കൊന്ന് കാണാത്തന്നെ ഒരുപാട് സ്ഥലത്ത് വന്ന കാര്യങ്ങൾ. ഓക്കെ പക്ഷെ എന്നെ പോലെ അങ്ങനെ പല ആൾക്കാരുണ്ടാവും, ഓരോരുത്തർക്ക്. നിങ്ങൾ രണ്ടാളും ഓക്കെ മറ്റേ എന്താ മലയാള സിനിമ കണ്ട് അങ്ങേറ്റം PhD ചെയ്ത ആൾക്കാർ, ഞാനൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്ത് നടക്കുന്നു. എവിടെയും കണക്ഷൻ ഫീൽ ചെയ്തില്ല. കണക്ഷൻ പോയിട്ട് എന്താ പറയാ, ഫിലിം കണ്ടതേ ഇല്ല, ഒന്നുമില്ല. അഭിപ്രായം പറയാൻ സീക്രട്ട് ഏജന്റ് വഴി കൂടിയാണ് നമ്മൾ സജ്ജിച്ചത്. കാർ റിവ്യൂ രണ്ടാമത്. അത് ശരി, ഇനിയിപ്പോ പുറത്തുനിന്ന് കാര്യം പറയാം, കുഴപ്പമില്ല, ഓന് മാത്രമേ കാറുള്ളൂ, അങ്ങനെ സെയിം അറ്റ്മോസ്ഫിയർ ആയി പോയി, അരികണ്ടൻ അറ്റ്മോസ്ഫിയർ ആയി പോയി. ഈ ഒരു സങ്കടം മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാ, ഫുഡ് അടിച്ച് തീർക്കുക സങ്കടം. അവരൊക്കെ പാർക്ക് പോണോ, എത്ര മണിയായി, 10:30 പാർക്ക് പോണോ. അവനോണ്ട് എനർജി റീഗെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ പോവാ. അങ്ങനെ സിനിമ കണ്ടതിൻ്റെ വിഷമവും പിന്നെ വിഷമല്ല ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ ഒരു ഹലീമായിരുന്നു. സ്റ്റിൽ ഒട്ടധികം ഫ്ലേവറിലാണ്. അപ്പോൾ ഹലീം ആദ്യം എത്തി, കഴിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ ബിരിയാണി എത്തി, ടേസ്റ്റ് ചെയ്ത് പറ. ഇതിനെക്കാട്ടും നല്ല ബിരിയാണി ഞാൻ വീട്ടിൽ വിളിക്കും. എന്നെ പൊക്കി പറയാനല്ല, പക്ഷെ ഈ ബിരിയാണി താത്തി പറയാനാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, തീരെ തൃപ്തിയായില്ല, ശരിയായില്ല ആക്ച്വലി. ശരി, അടുത്ത വീഡിയോ കാണാം, ബൈ.